നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന വീട് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു നമുക്ക് എലിവേഷനും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വീടാണ്. നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 4,550 സെൻറ്റിൽ 2,300 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് പണി ചെയ്തിരിക്കുന്ന 4 ബെഡ്റൂം വരുന്ന നല്ല മനോഹരമായ വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിട്ട് നമുക്കിത് പറയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് വരുന്നത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറി നമുക്ക് വരുന്ന ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എ ഫ്രെയിം റൂഫും അതുപോലെ തന്നെ കേബിൾ റൂഫും അതുപോലെ തന്നെ നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എലിവേഷനിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. തടിയാണ് ഫുള്ള് നമുക്കിതിനകത്ത് വർക്കായിട്ട് നമുക്ക് വന്നേക്കുന്നത്. നമുക്ക് എലിവേഷനിൽ തന്നെ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 നില വീടാണ് നമുക്ക് വന്നേക്കുന്നത്. ഇത് നമുക്കൊരു വില്ല പ്രോജക്റ്റാണ് നമുക്ക് വരുന്നതും. അപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4,450 സെൻറ്റിൽ 2,300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ കൂടുതൽ ഇൻറ്റീരിയേഴ്സിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീടിൻ്റെ എലിവേഷൻ നമ്മൾ കാണുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ അതിനെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് എൻട്രൻസ്, നമുക്ക് ഇത്രയും നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തേക്കുന്നതും. അത്യാവശ്യം ചെവി കോമ്പാക്റ്റ് വണ്ടികളായാലും വീടിനകത്തൊരു സുഖമായിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നല്ല വിശാലമേറിയ ഒരു എൻട്രൻസ് നമുക്ക് വന്നിരിക്കുന്നത്. ഫ്രണ്ടെല്ലാം നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് ടാറും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. തൊട്ടടുത്തായിട്ട് വീട് പണികൾ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ടാർ ഫ്രണ്ടേജ് ഇപ്പോൾ നമുക്ക് ചെയ്യാത്തത്. അപ്പം ഓൾറെഡി നമുക്ക് എല്ലാം കംപ്ലീറ്റായി വരുന്നതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് നമുക്ക് ടാർ കംപ്ലീഷൻ നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. ഈ കാണുന്നത് പോലെ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 2 കാർ വരെ സുഖമായിട്ട് കോമ്പൗണ്ടിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് ആയിട്ട് വരുന്ന ഒരു ഏരിയ. കവേർഡ് കാർ പാർക്കിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വീതിയിലാണ് നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് എല്ലാം ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ഗ്ലാസിൻ്റെ ഒരു ഷെൽഫ് മോഡൽ കവറേജും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. EV വണ്ടികളൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്കിവിടെ ചാർജ് ചെയ്യാനുള്ള സ്പേസ്, അതിനുള്ള ചാർജ് ചെയ്യാനുള്ള പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിണറിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വാസ്തുപ്രകാരം തന്നെയാണ് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട്, നല്ല മനോഹരമായ രീതിയിലുള്ള സിറ്റൗട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. 10x5 നമുക്ക് സിറ്റൗട്ടിൻ്റെ ഡയമെൻഷൻ. നമുക്ക് 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എൻട്രൻസിനായിട്ട് നമുക്കിവിടെ ചെയ്തിട്ടുമുണ്ട്. ഈ കാണുന്ന വർക്കെല്ലാം തന്നെ നമുക്ക് വുഡൻ പാനലിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. വുഡൻ പാനലിൻ്റെ വർക്കാണ് നമുക്ക് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്തേക്കുന്നത്. തടിയിലാണ്, പ്ലാവിൻ തടിയിലാണ് നമുക്കിതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളതും. സിറ്റൗട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഫോൾ സീലിംഗിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാവിൻ തടിയിലാണ് നമുക്ക് ഡോർ കംപ്ലീഷൻ നമുക്ക് വന്നേക്കുന്നത്. അപ്പം ഈ ചുമരിൻ്റെ സൈഡിലും മുഴുവനും കാണുന്ന എല്ലാ വർക്കും നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല എലഗൻ രീതിയിലുള്ള ഒരു പ്ലാവിൻ തടിയിലുള്ള ഒരു ഡോറ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. 3D പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഡോറിൻ്റെ വർക്കാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. സിറ്റൗട്ട് നമ്മൾ നേരെ അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു സിറ്റിംഗ് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് ഏരിയയൊക്കെ നല്ല വിശാലമേറിയ ഒരു സിറ്റിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ചുമരിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും നമുക്ക് ഈ ഒരു സിറ്റിംഗ് ഏരിയയിൽ തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് പാനൽ വർക്ക്, വുഡൻ പാനൽ വർക്കും കാര്യങ്ങളാണ് ടോപ്പിൽ നമ്മൾ ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഫ്ലോറിംഗ് എല്ലാം വരുന്നത് ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ്. വീടിൻ്റെ കംപ്ലീറ്റ് ടൈൽസ് നമുക്ക് ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളതും. 10x8 നമുക്ക് ഈ ഒരു ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമായ ഏരിയ നമുക്കിവിടെ അറേഞ്ച് ആക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ എന്നുള്ള പോർഷനിലൂടെ നമുക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ
ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ എന്നുള്ള ഒരു പോർഷൻ നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ നല്ല നീളം ഭാഗത്തിനുള്ള ഒരു പോർഷനാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ കാണുന്ന വർക്കെല്ലാം നമുക്ക് തടിയിലാണ് നമുക്ക് ചെയ്യുന്നത്. തടിയിലെ വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. വിത്ത് TV യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് വരുന്ന തടിയിലെ വർക്കാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയുടെ നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 25x15 നമുക്ക് ഈ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു മെത്തേഡാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ പ്ലസ് ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് വുഡൻ വർക്കും കാര്യങ്ങളൊക്കെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്താണ് വരുന്നതും. TV യൂണിറ്റ് ഏരിയ മുഴുവനും നമുക്ക് തടിയിലെ വർക്കാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ബാക്കിൽ നമുക്ക് പാനൽ വർക്ക് വരുന്നതും നല്ല പ്ലാവിൻ തടിയിലുള്ള പാനൽ വർക്കാണ് ആ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള വുഡൻ വർക്കും കാര്യങ്ങളും ചെയ്ത് അതിനകത്ത് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തും മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തും നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വലിയ ടേബിളും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നൊരു കോക്കറി ഷെൽഫാണ്. അതും നമുക്ക് തടിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു കോക്കറി ഷെൽഫ് നമുക്ക് സൈഡിലായിട്ട് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ വയറിംഗ് മുഴുവൻ നമുക്ക് V-ഗാർഡിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് നമുക്ക് വന്നേക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള വാഷ് ബേസിൻ കൗണ്ടറാണ്. ഇത് നമുക്ക് വരുന്നതും തടിയിൽ തന്നെയാണ് നമുക്കെല്ലാം ചെയ്തേക്കുന്നത്. വർക്കെല്ലാം നമുക്ക് വരുന്നത് തടിയിലാണ്. ബാക്ക് നമുക്ക് ഒരു ഭാഗം പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തിരിക്കുന്നതും തടിയിൽ തന്നെയാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് ചെയ്തിരിക്കുന്ന പോർഷൻസ് മുഴുവൻ നമുക്ക് തടിയിലുള്ള ഒരു ഡോറും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഏരിയ മുഴുവനും കവറപ്പ് ആക്കിയിട്ടുള്ളതും. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം കിച്ചണൊക്കെ നമുക്ക് ഈ ഒരു എൻട്രൻസ് ആണ് വന്നേക്കുന്നത്. എൻട്രൻസ് മുഴുവനും നമുക്ക് വുഡ് വർക്കാണ് വന്നേക്കുന്നത്. തടിയിലെ പണിയാണ് നമുക്കെല്ലാം ചെയ്തേക്കുന്നത്. മുകളിൽ പാനൽ വർക്ക് ഉൾപ്പെടെ നമുക്ക് തടിയിലെ വർക്കാണ് ചെയ്തേക്കുന്നത്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വച്ച് ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് ഈ ഒരു കിച്ചൻ്റെ എൻട്രൻസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് കിച്ചൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന മുഴുവനും നമുക്ക് വർക്ക് തടിയിലാണ് ചെയ്തേക്കുന്നത്. ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു വുഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമുക്ക് സെപ്പറേഷൻ മനസ്സിലാവുന്നത് നമുക്ക് അലുമിനിയം വർക്കും ബോർഡ് വർക്കും അത് പോയിട്ട് നമുക്ക് ഈ തടിയുടെ വർക്ക് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് വരെ നമുക്കൊരു സെപ്പറേഷൻ മനസ്സിലാവും. അത്രയും നല്ല ഭംഗിയായിട്ടുള്ള വർക്കും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് വന്നേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന കിച്ചൺ തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് നമുക്ക് യൂസ് ചെയ്താണ് ഫ്ലോറിംഗ് എല്ലാം ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഈ ഒരു പാറ്റേണിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് വന്നേക്കുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അടുക്കി വെച്ചിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. പക്ഷേ വർക്ക് ഏരിയ ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ താഴെ നമുക്ക് ഫ്ലോറെല്ലാം നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലാം കവറപ്പായിട്ട് എടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. കവേർഡായിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമായ ഒരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു നമുക്ക് ചുമരിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കോർണറിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം സൈസ് നമുക്ക് അറിയാൻ പറ്റും. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം തന്നെയാണ്.
ഒരു വാൾ റൂപ്സ് ഓൾറെഡി നമുക്കിവിടെ ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു പാറ്റേണിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഈ ഒരു ബെഡ്റൂമിന് നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും നമുക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ഏരിയ നമുക്കിവിടെ ചെയ്തേക്കുന്നുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് നേരം നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല വുഡ് വർക്കൊക്കെ ചെയ്ത് തടിയുടെ നല്ല പണിയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഹാൻഡിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഒരു പ്രിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് നമുക്ക് സ്റ്റെപ്പിലൊക്കെ യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല ടെക്സ്ചർ വർക്കും കാര്യങ്ങളും വരുന്ന ഒരു ചുമര് നമുക്കിവിടെ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വരെ നമുക്ക് ഈ ടെക്സ്ചർ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഒരു ഫർഗോള മോഡലൊക്കെ നമുക്ക് ടോപ്പിൽ വരുന്ന ഒരു ഇതാണ് കാണുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു സ്പേസാണ് നമുക്ക് വരുന്നത്. 15x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലത്തെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സൈഡിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് വരുന്നത്. ഉള്ള ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ഓഫീസ് ഏരിയ പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതിനുള്ള ഔട്ടും കാര്യങ്ങളും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നല്ല മനോഹരമായ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് മാക്സിമം ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു മെയിൻ ഹാളും അതുപോലെ തന്നെ 3 ബെഡ്റൂമും ഒരു ബാൽക്കണി സ്പേസുമാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ ബെഡ്റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. 14x13 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വിശാലമേറിയ ഒരു ബെഡ്റൂം. ഫ്ലോറിംഗ് എല്ലാം ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന പാറ്റേൺ ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഫോൾ സീലിംഗ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഒരു വാൾ റൂഫ്സ് നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു വാൾ റൂഫ്സ് ആണ്. ഇപ്പോൾ ഈ റൂമിൽ നമുക്ക് നേരെ ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിതും. ഈ ഒരു ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂമിലോട്ട് നമുക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ മുഴുവനും നമുക്ക് ചെയ്തേക്കുന്നത് തടിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഡ്രസ്സിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തടിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് അപ്പോൾ വീടിൻ്റെ ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. 14x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ടെക്സ്ചർ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു ചുമര് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ല മനോഹരമായ ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ അറേഞ്ച് ചെയ്താണ് ഈ റൂമിൻ്റെ വർക്കും കാര്യം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സെൻറ്ററായിട്ട് നമുക്കൊരു ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് എല്ലാ ബാത്റൂമിലും കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബെഡ്റൂമാണ്. 12x11 ഡയമെൻഷൻ വരുന്നത്. ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ഫ്ലോറിങ്ങിനായിട്ട് വരുന്നുണ്ട്. ഒരു വാൾ റൂഫ്സ് ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസ് തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നേക്കുന്നത്.
എല്ലാ ബാത്റൂമിലും നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ചെയ്തേക്കുന്നത്. നമുക്കിനി മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. മെയിൻ ബാൽക്കണി നമുക്ക് ഇത്രയും സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടാണ് ഈ ബാൽക്കണി എല്ലാം നമുക്ക് ചെയ്തേക്കുന്നത്. ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിൽസും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കുമാണ് നമുക്കിവിടെ വരുന്നത്. 13x6 നമുക്ക് ഡയമെൻഷൻ ഈ ഒരു ഭാഗത്ത്, അല്ലാതെ ഒരു സെപ്പറേറ്റ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ഭാഗം മുഴുവനും നമുക്ക് വരുന്നത് 9x9 ഡയമെൻഷൻ വരുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തതിനാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല ഫൈബർ ഗ്ലാസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. അത് നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മുകളിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് നമുക്ക് ഇതുവഴിയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസുള്ള മനോഹരമായിട്ടുള്ള ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കൊരു അത്യാവശ്യം നല്ല ഒരു സീനറി നമുക്കിവിടെ നിന്ന് ടെറസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഫുള്ള് കാണുന്നത് ഇവിടെ വച്ചുകൊണ്ടിരിക്കുന്ന വില്ല ഏരിയാസാണ്. ഇതെല്ലാം നമുക്ക് വില്ലാസാണ്, ഇവിടെ വച്ചുകൊണ്ടിരിക്കുന്ന വില്ലാസാണ്. നമുക്ക് തൊട്ട് ഈ കാണുന്നത് മലബാർ ഫ്ലാറ്റിൻ്റെ ഒരു ബാക്ക് സൈഡാണ് നമുക്ക് വരുന്നത്. നമുക്ക് വീടിന് വേണ്ടിയുള്ള വെള്ളത്തിൻ്റെ ഇതിന് വേണ്ടി 2 ടാങ്ക് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടെറസിൻ്റെ ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഈ 4,550 സെൻറ്റിൽ 2,300 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത് തീർത്ത 4 ബെഡ്റൂമുള്ള നല്ല മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അത്യാവശ്യം വീട് നല്ല ഇൻറ്റീരിയർ വർക്ക് നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡൻ വർക്കാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറി, സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി നമുക്ക് തച്ചോട്ടാവ് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 95 ലക്ഷമാണ്, 95 lakhs ആണ്. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.